എറണാകുളം കലൂരിൽ പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തിയ സംഭവത്തിൽ 3 പ്രതികൾ പിടിയിലായി. പാലക്കാട് സ്വദേശികളായ ആൽവിൻ, അരുൺ, സാബിത്ത് എന്നിവരാണ് പിടിയിലായത്. മുഖ്യപ്രതി അക്ബർ അലി ഉൾപ്പെടെ 7 പ്രതികളെയാണ് ഇനി പിടികൂടാനുള്ളത്. ഒന്നാം പ്രതി അക്ബറിന് ബിസിനസ് ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളെന്നും കൊച്ചി DCP ഷഹൻ ഷാ പറഞ്ഞു. ഈ കേസിൽ ഇതുവരെയായിട്ട് 10 പ്രതികളെയാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ 3 ആൾക്കാരെ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിനി കോടതിയിലോട്ടേക്ക് ചെയ്ത് അവരെ റിമാൻഡ് ചെയ്യുന്നതായിരിക്കും. ഈ കേസിൽ ബാക്കി 7 പേരുണ്ട്. 7 പേരെയും നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കും. അതിനായിട്ടുള്ള ടീം റെഡിയാണ്. പിടിച്ചതിൽ 2 പേര് ഹോട്ടൽ ജീവനക്കാരാണ്. പിന്നെ ഹോട്ടൽ ജീവനക്കാരുടെ ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ അക്ബറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 ലേഡീസ് അക്ബറുടെ ഹോട്ടൽ ജീവനക്കാരാണ്. ഒന്നാം പ്രതിയായിട്ടുള്ള അക്ബർ അലി എന്ന ആളുടെ ബിസിനസ് ഡീലിംഗ്സിനെ കുറിച്ചിട്ട് നമുക്ക് വളരെയധികം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് വന്നിട്ടുള്ളത്. നമ്മൾ അതിന് തുടർ നടപടികളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതും കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. പ്രതികളും അതുപോലെ തന്നെ വിക്ടിം തമ്മിൽ പ്രിയർ ഒരു റിലേഷനോ അല്ലെങ്കിൽ ഒരു ബന്ധമോ ഒന്നുമില്ല. വളരെ യാദൃശ്ചികമായിട്ട് നടന്നിട്ടുള്ള ഒരു ഇവന്റ് ആണ്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണത്. ലിഡിയ ജേക്കബ് വിവരങ്ങളുമായി. ലിഡിയ, ഇതിൽ കൂടുതൽ പ്രതികളുണ്ട്. അവരാരൊക്കെയാണോ എന്നത് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ട് എന്നതുൾപ്പെടെ പോലീസിന് ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനുജ, അസിത, ഈ പോലീസ് ഈ 10 പേരെയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 3 പേരാണ് പിടിയിലായിട്ടുള്ളത്. ബാക്കി 7 പേരെ ഇനിയും പിടികൂടാനുണ്ട്. അതിൽ 2 പേർ സ്ത്രീകളാണ് എന്നുള്ളതാണ്. പാലക്കാട് സ്വദേശികളായിട്ടുള്ള ആൽവിൻ, അരുൺ, സാബിത്ത് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. മുഖ്യപ്രതി എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളെ ആക്രമിച്ചത് അത് അക്ബർ അലി എന്ന് പറയുന്ന ആളാണ്. പാലക്കാട് സ്വദേശിയാണ്. ദേശാഭിമാനി റോഡിൽ ഒരു ഹോട്ടൽ നടത്തുന്ന ആളാണ്. ഈ ആക്രമി സംഘത്തിലെ കുറെ ആളുകൾ, അതായത് ഈ പിടിയിലായ 2 പേരടക്കം കുറച്ച് ആളുകൾ ഈ ഹോട്ടലിലെ ജീവനക്കാരാണ്. അവരുമായി ബന്ധപ്പെട്ട അവരുടെ സുഹൃത്തുക്കളും അതോടൊപ്പമുള്ള ആളുകളുമാണ് മറ്റുള്ള ആളുകൾ. ഈ 10 പേർ എന്ന് പറയുന്നത് അവരാണ്. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന 2 സ്ത്രീകളും അവരുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇത്രയും പേരാണ് ഈ 2 സ്ത്രീകളെ ആക്രമിച്ചത് എന്നുള്ളതാണ്. രാവിലെ പുലർച്ചെയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ കമന്റ് അടിച്ചതിന്റെ പേരിൽ തുടങ്ങിയ തർക്കമാണ് എന്നാണ് പോലീസ് പറയുന്നത്. ആദ്യം ഈ അക്രമി സംഘത്തിലെ സ്ത്രീകളുമായാണ് ആദ്യം പ്രശ്നമുണ്ടായത്, ആദ്യം തർക്കമുണ്ടായത്. പിന്നീട് ഈ അക്ബർ അലി വന്ന ഈ കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു. വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് കുട്ടിയെ മർദ്ദിച്ചത് എന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ അത് കണ്ടു. വയറിൽ ചവിട്ടി വീഴ്ത്തുകയും കഴുത്തിനും തലയ്ക്കുമൊക്കെ ചവിട്ടുകയും ചെയ്യുന്നുണ്ട്. അത്രയധികം ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം തന്നെയാണ് ഉണ്ടായത്. തുടർന്ന് വളരെ സിമ്പിളായി ഈ അക്രമി സംഘം നടന്നു പോകുന്ന ഒരു CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. എന്തായാലും തുടർന്ന് ഈ പെൺകുട്ടികൾ തങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ച് ജനറൽ ആശുപത്രിയിൽ പോവുകയും അവിടെ ചികിത്സ തേടുകയുമായിരുന്നു. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുന്നു. അങ്ങനെയാണ് പോലീസ് ഈ അന്വേഷണവും കാര്യങ്ങളും ആരംഭിക്കുന്നത്. ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്താണ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. അതിലാണ് ഇപ്പോൾ അക്ബർ അലിയാണ് മുഖ്യപ്രതി എന്ന പോലീസിന് മനസ്സിലായിട്ടുള്ളത്. ഈ അക്ബർ അലിയുടെ ബിസിനസ് ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചു വരികയാണ്. അതിൽ ചെറിയ ദുരൂഹതകളും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഉണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.